ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസ് തെറ്റിദ്ധരിപ്പിച്ച് ഇടതുപക്ഷത്താണ് എന്തോ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നാടാകെ പ്രചരിപ്പിച്ചത്. അന്നത്തെ ദേവസ്വം ചെയർമാനായിരുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്നുള്ളത് കൊണ്ട് LDF ആണ് സ്വർണം കട്ടത്, അല്ലെങ്കിൽ സഖാക്കളാണ് സ്വർണം കട്ടത് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള വസ്തുത LDF ആയിരുന്നില്ലേ ആ സ്വർണ്ണക്കൊള്ള കണ്ടുപിടിക്കാൻ പരിശ്രമിച്ചത്? സ്വർണ്ണക്കൊള്ളയിൽ പങ്കെടുത്തിട്ടുള്ള ഗോവർദ്ധൻ അടക്കമുള്ള ആളുകൾ അവർ LDFുമായിട്ട് ബന്ധമുള്ളതാണോ? സോണിയാഗാന്ധിയെ സന്ദർശിക്കുമ്പോൾ എടുത്തും വലത്തും നിന്നത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയയാളുമല്ലേ? അതെല്ലാം ഞങ്ങൾ പറഞ്ഞു. പക്ഷേ വലിയ വൻകിട മാധ്യമങ്ങൾ നിങ്ങളടക്കം വലിയ പ്രചാരം കൊടുത്തത് സ്വർണം കട്ടവർ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നുള്ള ആ ഉണ്ടാക്കിയിട്ടുള്ള ക്രിയേഷൻ ആണ്, നെറേറ്റീവിനാണ് നിങ്ങൾ. ദേവസ്വം ചെയർമാനായിട്ടുള്ള ആ ഒരാൾ എന്ന് പറയുന്നത് സർക്കാരിനെ തന്നെയല്ലേ പ്രതികരിക്കുന്നത്? സർക്കാർ ആരുടെയായിരുന്നു? LDFിൻ്റെ അല്ലേ? അപ്പോൾ സർക്കാരിലുള്ളവരാരൊക്കെയാണ്? സഖാക്കളല്ലേ? അതുകൊണ്ടാണ് ആ നരേഷൻ വന്നത്. തിരിച്ച് തെളിയിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ ടീച്ചറെ. തെളിയിക്കണം. ആരെ തെളിയിക്കേണ്ട പറഞ്ഞു? അയ്യപ്പൻ്റെ സ്വർണ്ണം ആരൊക്കെ കെട്ടുണ്ട് അവരൊക്കെ അനുഭവിക്കണം. പക്ഷെ ജനങ്ങൾക്ക് ഭൂരിഭാഗവും വിശ്വാസമുണ്ട് കട്ടത് ആരൊക്കെ ആയിരിക്കും, ആരായിരിക്കും കൂടുതൽ അതിനെക്കുറിച്ച് കെട്ടുണ്ടായിരുന്നത്. തോൽവിയുടെ ഒരു കാരണമായിട്ട് മാഷ് തന്നെ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ആ ആരോപിക്കപ്പെട്ട ആൾക്കെതിരെ നടപടി എടുക്കാത്തത് കൊണ്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നൊരു പരാമർശം വന്നത് ടീച്ചർ കേട്ടില്ലേ? എത്ര ചെമ്പ് പൂച്ചിട്ടും കാര്യമില്ല. സ്വർണം തന്നെ, കൊള്ള തന്നെയാണ്. കട്ട താരായാലും അയ്യപ്പൻ പോരെ വിടാനും പോകുന്നില്ല. നന്ദി, നമസ്കാരം.